ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാണ്ഡത്തിലെ അവസാന സർഗത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ശുഭപര്യവസായിയായിട്ട് യുദ്ധകാണ്ഡത്തോടുകൂടി ആ ശ്രീരാമ കഥകളെ പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുന്നു. എങ്കിലും ഉത്തരകാണ്ഡത്തിലേക്ക് കൂടി നമ്മൾ അടുത്ത ദിവസം മുതൽ കടക്കുന്നുണ്ട്. കാരണം ഇത് കേവലം ഒരു പാരായണം മാത്രമല്ല, വാൽമീകി രാമായണത്തെ കൂടുതൽ അടുത്തറിയാനുള്ളൊരു പരിശ്രമം കൂടി ആയതുകൊണ്ട് ഉത്തരകാണ്ഡത്തിലേക്ക് കൂടി കടന്നിട്ടാണ് നമ്മൾ അത് പൂർണ്ണമാക്കിക്കൊണ്ടാണ് വാൽമീകി രാമായണ പഠനവും പൂർണ്ണമാക്കുക. ഏതായാലും യുദ്ധകാണ്ഡത്തിലെ അവസാന സർഗത്തിലാണ്, ശ്രീരാമ പട്ടാഭിഷേകത്തിലാണ് നമ്മൾ ഇന്നെത്തിയിരിക്കുന്നത്. തലയിൽ തൊഴുകൈ വെച്ചുകൊണ്ട് സഹോദരനും സത്യപരാക്രമനുമായിരിക്കുന്ന രാമനോട് ഭരതൻ പറയുകയുണ്ടായി. പൂജ്യതാ മാമികാമാതാ ദത്തം രാജ്യമിതം മമ തദ്ദാമി പുരസ്തുഭ്യം യഥാ ത്വമതദാ മമ. അങ്ങ് എൻ്റെ അമ്മയെ പൂജിച്ചു, ഈ രാജ്യം എനിക്ക് നൽകി, അങ്ങ് എനിക്ക് നൽകിയതുപോലെ ഞാനിതാ അത് തിരിച്ച് അങ്ങേക്ക് നൽകുന്നു. കരുത്തനായ കാള തനിച്ചു വഹിച്ചിരുന്ന ഭാരത്തെ പൈക്കിടാവിന് എന്നതുപോലെ ഈ വലിയ ഭാരത്തെ ചുമക്കാനായിട്ട് ഞാൻ ശക്തനല്ല. പെരുവെള്ളപ്പാച്ചില് പൊട്ടിത്തകർന്ന ചെറിയ കെട്ടി നിർത്താനാവാത്തതുപോലെ ഛിദ്രം വന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ എളുതല്ല എന്ന് ഞാൻ കരുതുന്നു. അല്ലയോ രാമ, കുതിരയുടെ ഗതിയെ കഴുത എന്ന പോലെയും ഹംസഗതിയെ കാക്ക എന്ന പോലെയും അങ്ങയുടെ മാർഗത്തെ പിന്തുടരാനായിട്ട് ഞാൻ ആളല്ല. അപ്രകാരമാണോ ഭവനോദ്യാനത്തിലെ നട്ടുവളർത്തിയ വൃക്ഷം വലിയ കൊമ്പുകളും ചില്ലകളും ഒക്കെയായി വളർന്ന് കയറാൻ കഴിയാതെ ആയിട്ടും പൂവിട്ട് കായ്ക്കാതെ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നട്ടുവളർത്തിയതിന് അതിന്റെ ഫലമുണ്ടാവില്ല എന്നതുപോലെ വൃത്യരായിരിക്കുന്ന ഞങ്ങളെ മനുജേന്ദ്രനായിരിക്കുന്ന അങ്ങ് ഭരിക്കാതെ ഇരുന്നാൽ ശരിയാവില്ല. ഈ ഉപമ അങ്ങേക്ക് വേണ്ടി പറയപ്പെട്ടതാണ് എന്ന് അങ്ങ് മനസ്സിലാക്കുക. ജഗദദ്യാഭിഷിക്തം ത്വാമനുപശ്യതി സർവദ പ്രഥമന്തമിവാദിത്യം മധ്യാഗ്നേ ദീപ്ത തേജസ്സം. ഇന്ന് ലോകം അഭിഷേകം ചെയ്യപ്പെട്ട അങ്ങേ നട്ടുച്ചയ്ക്ക് കത്തിയിരിക്കുന്ന ദീപ്ത തേജസ്വിയായിരിക്കുന്ന സൂര്യനെ എന്നതുപോലെ കാണട്ടെ. വാദ്യവൃന്ദങ്ങളുടെ ഘോഷവും കാഞ്ചി നൂപുര നിസ്സനവും മധുര സംഗീതവും കേട്ടുകൊണ്ട് എന്നും അങ്ങ് ഉണർന്നാലും, എന്നോളം കാലചക്രം കറങ്ങുമോ, എന്നോളം ലോകം നിലനിൽക്കുമോ, അന്നോളം അങ്ങ് ഈ ലോകത്തിന്റെ നാഥനായിട്ട് വാഴുക. ഭരതസ്യ വചശ്രുത്വ രാമ പരപുരഞ്ജയ തഥേതി പ്രതിജഗ്രാഹ നിഷസാദാസനേ ശുഭേ. ഭരതന്റെ ഭാഷണം കേട്ട് പരപുരഞ്ജയനായിരിക്കുന്ന ആ രാമൻ അങ്ങനെയാവട്ടെ എന്ന് സമ്മതിച്ചുകൊണ്ട് ഉത്തമമായിരിക്കുന്ന ഇരിപ്പിടത്തില് ഇരുന്നു. അപ്പോൾ ശത്രുഘ്ന വചനാനിപുണ, ശത്രുഘ്നന്റെ ആജ്ഞ അനുസരിച്ചുകൊണ്ട് സാമർഥ്യവും കൈത്തഴക്കവുമുള്ള വേഗവുമൊക്കെയുള്ള ക്ഷുരകന്മാര് രാമന്റെ അടുത്തേക്ക് എത്തി. ആദ്യം ഭരതനും ബലവാനായ സൗമിത്രിയും വിഭീഷണനും സുഗ്രീവനും ഒക്കെ സ്നാനം ചെയ്തതിനു ശേഷം രാമൻ ജടയൊക്കെ കളഞ്ഞ് കുളിച്ച് ചിത്രമാല്യങ്ങളും കുറിക്കൂട്ടുകളും ഒക്കെ അണിഞ്ഞ് വിലപ്പെട്ട വസ്ത്രവുമൊക്കെ എടുത്ത് തേജസ്സുകൊണ്ട് ജ്വലിച്ചു നിന്നു. പ്രതികർമ്മച രാമസ്യ കാരയാമാസ വീര്യവാൻ ലക്ഷ്മണസ്യ ച ലക്ഷ്മീവാൻ ഇക്ഷാകുകുലവർദ്ധന. വീര്യവാനും ഐശ്വര്യവാനുമായിരിക്കുന്ന ഇക്ഷാകുകുലവർദ്ധനൻ രാമനും ലക്ഷ്മണനും അലങ്കാരങ്ങൾ ചെയ്യിച്ചു. മനസ്സുരമാരായ ദശരഥ പത്നിമാരെല്ലാം ചേർന്ന് സ്വയം സീതയെ മനോഹരമായിരിക്കുന്ന അലങ്കാരങ്ങൾ അണിയിച്ചു. പിന്നീട് പുത്രലാലസിയായിരിക്കുന്ന കൗസല്യയാകട്ടെ സന്തുഷ്ടിയായിക്കൊണ്ട് വാനരപത്നിമാരെ എല്ലാം മനസ്സുവെച്ച് അലങ്കരിച്ചു. പിന്നീട് ശത്രുഘ്നന്റെ ആജ്ഞ അനുസരിച്ചു കൊണ്ട് സുമന്ത്രൻ എന്ന് പറയുന്ന സാരഥി സർവാംഗ ശോഭനമായിരിക്കുന്ന
ഒരു തേര് തയ്യാറാക്കി കൊണ്ടുവന്നു. അർക്കമണ്ഡല സംകാശം ദിവ്യം ദൃഷ്ട്വാ രഥോത്തമം. സൂര്യമണ്ഡലം പോലെ ദിവ്യമായിരിക്കുന്ന ഉത്തമ രഥം കണ്ട് ആരോഗ മഹാബാഹു രാമ സത്യപരാക്രമ. സത്യപരാക്രമി മഹാബാഹുവുമായിരിക്കുന്ന രാമൻ അതിലേക്ക് കയറി. സുഗ്രീവോ ഹനുമാംശൈവ മഹേന്ദ്ര സദൃശദ്വിതീയം. ഇന്ദ്രനെ പോലെ കാന്തിയാർന്ന സുഗ്രീവനും ഹനുമാനും സ്നാനം ചെയ്ത് ദിവ്യവസ്ത്രങ്ങളൊക്കെ ധരിച്ച് ശുഭകുണ്ടലങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ട് യാത്രയായി. വിശിഷ്ടാഭരണങ്ങളും ശുഭകുണ്ടലങ്ങളും ധരിച്ച സീതയും സുഗ്രീവപത്നിമാരും ഉത്സാഹത്തോടെ നഗരം കാണുവാനായിട്ട് പുറപ്പെട്ടു. അയോധ്യായാം തു സജീവ രാജ്ഞോ ദശരഥസ്യേ പുരോഹിതം പുരസ്കൃത്യ മന്ത്രയാമാസുരർത്ഥവൽ. അയോധ്യയില് ദശരഥ രാജാവിന്റെ മന്ത്രിമാർ പുരോഹിതനെ മുൻനിർത്തിക്കൊണ്ട് കാര്യാലോചനകൾ നടത്തി. അശോകനും വിജയനും സുഭദ്രനും ചേർന്നുകൊണ്ട് രാമന്റെ അഭിവൃദ്ധിക്കും നഗരത്തിന്റെ സമൃദ്ധിക്കും വേണ്ടിയിട്ടുള്ള ആലോചന നടത്തി. വിജയാർഹനും മഹാത്മാവുമായ രാമന്റെ അഭിഷേകത്തിന് വേണ്ടതെല്ലാം മംഗളകരമായിട്ട് ചെയ്താലും. ഇപ്രകാരം പുരോഹിതനോട് പറഞ്ഞ് ആ മന്ത്രിമാരെല്ലാം രാമനെ കാണാനുള്ള ആഗ്രഹത്തോടെ പുരിയിൽ നിന്ന് പുറപ്പെട്ടു. പച്ചക്കുതിരകളെ പൂട്ടിയ തേരില് സഹസ്രാക്ഷനായ ഇന്ദ്രൻ എന്നതുപോലെ അനഘനായിരിക്കുന്ന രാമൻ തേരിലിരുന്നു കൊണ്ട് ആ ഉത്തമ നഗരത്തിലേക്ക് എഴുന്നള്ളി. ഭരതൻ കടിഞ്ഞാൺ പിടിച്ചു, ശത്രുഘ്നനും വെൺകൊറ്റക്കുട പിടിച്ചു, ലക്ഷ്മണൻ അദ്ദേഹത്തിന്റെ ശിരസില് വെൺചാമരം കൊണ്ട് വീശി. വിഭീഷണനാകട്ടെ മുന്നിൽ നിന്നുകൊണ്ട് ചന്ദ്രനോടൊത്ത മറ്റൊരു വെൺചാമരമാണ് പിടിച്ചത്. അപ്പോൾ ആകാശത്തില് ഋഷിസംഘങ്ങളും ദേവന്മാരും മരുഗണങ്ങളും രാമനെ സ്തുതിക്കുന്ന മധുര സ്വരങ്ങള് കേൾക്കായി. ശത്രുഞ്ജയം എന്ന പേരുള്ളതും പർവ്വതത്തിനൊത്തതുമായ ഒരു ആനയുടെ പുറത്ത് കയറി അതിതേജസ്വിയും വാനരഷഭനുമായിരിക്കുന്ന സുഗ്രീവൻ യാത്രയായി. വാനരന്മാരാകട്ടെ മാനുഷ രൂപമെടുത്തുകൊണ്ട് സർവാഭരണഭൂഷിതരായിക്കൊണ്ട് 9,000 ആനകളുടെ പുറത്ത് കയറി അനുഗമിച്ചു. പുരുഷവ്യാഘ്രനായിരിക്കുന്ന രാമൻ സംഘനാദത്തോടും ആർപ്പുവിളികളോടും ദുന്ദുഭിഘോഷത്തോടും കൂടിയിട്ട് ഹർമ്മ്യങ്ങൾ നിറഞ്ഞ നഗരത്തിലേക്ക് യാത്ര ചെയ്തു. ദദൃശസ്തേ സമായാന്തം രാഘവംശ പുരസ്സരം. ശരീരകാന്തി കൊണ്ട് ശോഭിക്കുന്ന മഹാരഥനായിരിക്കുന്ന രാമൻ രഥത്തിലേറി പരിവാര സമേതനായിട്ട് വരുന്നത് അവര് കണ്ടു. അവര് രാമനെ വിജയാശംസകൾ കൊണ്ട് വാഴ്ത്തി. രാമൻ അവരെ പ്രത്യഭിവാദ്യം ചെയ്തു. സഹോദര പരിവൃതനായിരിക്കുന്ന മഹാത്മാവിനെ അവര് അനുഗമിച്ചു. അമാത്യന്മാരാലും വിപ്രന്മാരാലും പൗരന്മാരാലും ചൂഴപ്പെട്ട രാഘവൻ താരകളോടൊത്ത തിങ്കൾ പോലെ ശ്രീയാല് വിളങ്ങി. മുമ്പേ നടക്കുന്ന ചിണ്ടക്കാര്, താളസ്വസ്തിക വാദ്യപാണികള്, സാമോദം മംഗളസ്തവങ്ങൾ മുഴക്കുന്നവര് എന്നിവരാൽ ചുറ്റപ്പെട്ടുകൊണ്ട് രാമൻ എഴുന്നള്ളി. സ്വർണവും അക്ഷതവും എടുത്തവര്, പശുക്കള്, കന്യകമാര്, ബ്രാഹ്മണര്, മോദകങ്ങൾ ഏന്തിയവര് എന്നിവരെല്ലാം രാമന്റെ മുൻപേ നടന്നു. രാമൻ സുഗ്രീവനുമായുള്ള സഖ്യവും പവനപുത്രന്റെ പ്രഭാവവും പ്ലവങ്കന്മാരുടെ പ്രവൃത്തികളും അരക്കന്മാരുടെ കരുത്തും വിഭീഷണനുമായിട്ടുള്ള ചർച്ചയും മന്ത്രിമാരുടെ സവിസ്തരം പറഞ്ഞു. അയോധ്യാപുരവാസികളാകട്ടെ അതെല്ലാം കേട്ട് ആശ്ചര്യപ്പെട്ടു. തേജസ്വിയായ രാമൻ ഇതെല്ലാം വിവരിച്ച ശേഷം വാനരന്മാരാൽ ചൂഴപ്പെട്ടുകൊണ്ട് ദുഷ്ടരും പുഷ്ടരുമായിരിക്കുന്ന ജനങ്ങൾ നിറഞ്ഞ അയോധ്യയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് പൗരന്മാർ വീടുകൾ തോറും കൊടികളൊക്കെ ഉയർത്തി രാമൻ ഇക്ഷാകുക്കൾ വസിച്ചു വന്ന മനോഹരമായിരിക്കുന്ന പിതൃഗൃഹത്തിലേക്ക് ചെന്നെത്തി. ധർമ്മിഷ്ഠനായിരിക്കുന്ന ഭരതനോട് രാജപുത്രനായ രഘുനന്ദനൻ അർത്ഥയുക്തമായ മധുരവാക്കുകളിൽ പറഞ്ഞു. പിതൃഭവനത്തിൽ ചെന്ന മഹാത്മാക്കളെ അകത്തു കൊണ്ടുപോയി കൗസല്യയെയും സുമിത്രയെയും കൈകേയെയും അഭിവാദ്യം ചെയ്യിക്കുക. മുത്തുകളും വൈഡൂര്യങ്ങളും പതിച്ചതും അശോകവനിക ഉള്ളതും മഹത്വം ശ്രേഷ്ഠവുമായിരിക്കുന്ന എന്റെ ഗൃഹം സുഗ്രീവന് നൽകുകയും ചെയ്യുക. വചനം ശ്രുത്വ ഭരത സത്യവിക്രമ പാണുഗൃഹീത്വ സുഗ്രീവം പ്രവിവേശത്തമാലയം. അദ്ദേഹത്തിന്റെ വാക്ക് കേട്ട് സത്യവിക്രമനായിരിക്കുന്ന ഭരതൻ അപ്രകാരത്തിൽ തന്നെ ചെയ്തു. അപ്പോൾ ശത്രുഘ്നൻ പ്രേരിപ്പിച്ചയച്ചവര് എണ്ണവിളക്കുകളും വിരിപ്പുകളും എടുത്തുകൊണ്ട് വേഗം വന്നെത്തി. അത് തേജസ്വിയായിരിക്കുന്ന രാഘവാനുജൻ സുഗ്രീവനോട് ഇങ്ങനെ പറഞ്ഞു: പ്രഭോ, രാമാഭിഷേകത്തിന് വേണ്ടിയിട്ട് ദൂതന്മാരെ ആജ്ഞാപിച്ചയച്ചാലും. ആ സുഗ്രീവനാകട്ടെ സ്വർണനിർമ്മിതവും സർവരത്ന വിഭൂഷിതവുമായിരിക്കുന്ന 4 കുടങ്ങള്, ചതുർന്നാം ചതുരോഘടാൻ 4 കുടങ്ങള് 4 വാനരവീരന്മാർക്ക് വേഗം നൽകുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു:
പ്ലവങ്കമന്മാരെ, പുലരും മുൻപേ 4 സമുദ്രങ്ങളിലെ ജലം നിറച്ച കുടങ്ങളുമായി കാത്തു നിൽക്കാൻ തക്കതായത് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ അവർ പറഞ്ഞപ്പോൾ മഹാത്മാക്കളും ഗജതുല്യരും ഗരുഡതുല്യ വേഗവാന്മാരുമായിരിക്കുന്ന വാനരന്മാര് അതിവേഗം ആകാശത്തിലേക്ക് ഉയർന്നു. ജാമ്പവാംശ ഹനുമാംശ വേഗദർശി ച വാനര ഋഷഭശൈവ കലശാൻ ജലപൂർണാനധാനയൻ. ജാമ്പവാനും ഹനുമാനും വേഗദർശി എന്ന് പറയുന്ന വാനരനും ഋഷഭനും ജലം നിറഞ്ഞ കലശങ്ങള് ഉടൻ തന്നെ കൊണ്ടുവന്നു. 500 നദികളിലെ ജലവും കലശങ്ങളിൽ അവര് കൊണ്ടുവരികയുണ്ടായിരുന്നു. സത്യസമ്പന്നനായിരിക്കുന്ന സുഷേണൻ സർവരത്ന വിഭൂഷിതമായിരിക്കുന്ന കലശത്തില് കിഴക്കേ കടലിലെ ജലം കൊണ്ടുവന്നു. രക്തചന്ദ്ര ശാഖകളിട്ട സ്വർണ്ണക്കുടങ്ങളില് തെക്കേ കടലിൽ നിന്ന് ഋഷഭൻ വേഗം വെള്ളം കൊണ്ടുവന്നു. വലിയ രത്നകുംഭത്തിലെ വായുവിക്രമനായിരിക്കുന്ന ഗവയൻ പടിഞ്ഞാറേ വൻകടലിൽ നിന്ന് കുളിനീര് കൊണ്ടുവന്നു. ഗരുഡാനില വിക്രമനും ധർമ്മചിത്തനും സർവഗുണവാനുമായിരിക്കുന്ന നളൻ വടക്കേ കടലിൽ നിന്ന് വെള്ളവും കൊണ്ട് വേഗം എത്തിച്ചേർന്നു. രാമന്റെ അഭിഷേകത്തിന് വേണ്ടിയിട്ട് ആ വാനരശ്രേഷ്ഠന്മാരെ വെള്ളവും കൊണ്ട് ഇപ്രകാരത്തിൽ വന്നത് കണ്ട് ശത്രുഘ്നൻ സജീവന്മാരോടൊപ്പം പുരോഹിത ശ്രേഷ്ഠനെയും സുഹൃത്തുക്കളെയും ഈ വാർത്തകള് അറിയിച്ചു. പിന്നീട് വിശുദ്ധനും വൃദ്ധനുമായ വസിഷ്ഠൻ ബ്രാഹ്മണന്മാരോടൊത്ത് രാമനെ സീതയോടൊപ്പം രത്നമയമായിരിക്കുന്ന പീഠത്തിലേക്ക് ഇരുത്തി. വസിഷ്ഠോ വാമദേവശ്ച ജാബാലിർരഥകാശ്യപ കാത്യായന സുയജ്ഞശ്ച ഗൗതമോ വിജയസ്തഥാ അഭിഷ്യഞ്ചന്നരവ്യാഘ്രം പ്രസന്നേന സുഗന്ധിന സലിലേന സഹസ്രാക്ഷം വസവോ വാസവം യഥാ. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. വസിഷ്ഠനും വാമദേവനും ജാബാലിയും കാശ്യപനും കാത്യായനും സുയജ്ഞനും ഗൗതമനും വിജയനും നിർമ്മലവും സുഗന്ധിയുമായിരിക്കുന്ന ജലം കൊണ്ട് സഹസ്രാക്ഷനായിരിക്കുന്ന ആ വാസവനെ വസുക്കൾ എന്നതുപോലെ എപ്രകാരമാണോ വാസവനെ വസുക്കള് അപ്രകാരത്തില് അവരെല്ലാവരും കൂടിയിട്ട് നരേന്ദ്രനെ അഭിഷേകം ചെയ്തു. കുത്തിക്കുകളും ബ്രാഹ്മണന്മാരും കന്യകമാരോടും മന്ത്രിമാരോടും യോദ്ധാക്കളോടും മണിക്കുകളോടും കൂടിയിട്ട് ആദ്യം തന്നെ സന്തുഷ്ടരായിട്ട് അഭിഷേകം ചെയ്തു. തപസ്സിൽ നിന്നിരുന്ന ദേവതകള് 4 ദിക്പാലകരോടും സർവ്വദേവന്മാരോടുമൊത്ത് ദിവ്യങ്ങളായ സർവ ഔഷധി രസങ്ങൾ വർഷിച്ചു. ശത്രുഘ്നനും അദ്ദേഹത്തിന് വിശിഷ്ടമായ വെൺകൊറ്റക്കുട പിടിച്ചു. വാനരേശ്വരനായിരിക്കുന്ന സുഗ്രീവൻ ഒരു വെൺചാമരം പിടിച്ചു. രാക്ഷസേശ്വരനായിരിക്കുന്ന വിഭീഷണൻ ചന്ദ്രതുല്യമായ മറ്റൊരു താലവൃന്ദവും പിടിച്ചു. 100 സ്വർണ്ണത്താമരകൾ കൊണ്ട് തീർത്ത തിളങ്ങുന്ന മാലയെ വാസവനാൽ അയക്കപ്പെട്ട വായു രാഘവനായിട്ട് നൽകി. നവരനിർമ്മിതവും മണിരത്ന വിഭൂഷിതവുമായിരിക്കുന്ന മുത്തുമാലയും ഇന്ദ്രപ്രചോദിതനായിരിക്കുന്ന വായു രാമനായിട്ട് നൽകി. ധീമാനും അഭിഷേകാർഹനുമായിരിക്കുന്ന രാമന്റെ അഭിഷേക സമയത്ത് ദേവഗന്ധർവന്മാര് ഗാനം ചെയ്തു. അപ്സരസ്സുകൾ നൃത്തം ചെയ്തു. ഭൂമിയിൽ സസ്യങ്ങൾ തഴച്ചു. ആ സമയത്ത് വൃക്ഷങ്ങളിലെ ഫലങ്ങളൊക്കെ കായ്ച്ചു. പുഷ്പങ്ങൾക്ക് മണമൊക്കെ വായിച്ചു. മനുഷ്യശ്രേഷ്ഠനായിരിക്കുന്ന രാമനാകട്ടെ 1,00,000 കുതിരകളെയും കടിഞ്ഞൂൽപ്പെറ്റ അത്രയും പശുക്കളെയും അത്രയും കാളകളെയും ദ്വിജന്മാർക്കായിട്ട് ദാനം ചെയ്തു. 30 കോടി പൊൻനാണയങ്ങളും വിലപ്പെട്ട പലതരം ആഭരണങ്ങളും വസ്ത്രങ്ങളും വീണ്ടും ബ്രാഹ്മണർക്കായിട്ട് അദ്ദേഹം ദാനം ചെയ്തു. അക്ക രശ്മി പ്രതീകാശാം കാഞ്ചനീം മണിവിഗ്രഹ. മാനുഷപുങ്കവനായിരിക്കുന്ന രാമൻ സൂര്യാംശതുല്യവും ദിവ്യവുമായിരിക്കുന്ന ഒരു പൊന്മണിമാല സുഗ്രീവനായിട്ട് സമ്മാനിച്ചു. സന്തുഷ്ടനായിരിക്കുന്ന രാമൻ വൈഡൂര്യരത്നങ്ങളാൽ അലങ്കൃതവും വജ്രരത്ന വിഭൂഷിതവുമായിരിക്കുന്ന 2 തോൾവളകള് ബാലിപുത്രനായ അംഗദനും നൽകി. മികച്ച രത്നം പതിച്ചതും തൂനിലാവൊളിവാർന്നതും അത്യുത്തമമായിരിക്കുന്ന ഒരു മുത്തുമാല രാമൻ സീതയ്ക്കായിട്ട് നൽകി. ദിവ്യങ്ങളും നിർമ്മലങ്ങളുമായിരിക്കുന്ന 2 വസ്ത്രങ്ങളും സുഭഗങ്ങളായിരിക്കുന്ന ആഭരണങ്ങളും ഭർത്താവിനെ നോക്കിക്കൊണ്ട് വൈദേഹി വായുപുത്രൻ ദാനം ചെയ്തു. മുത്തുമാല തന്റെ കഴുത്തിൽ നിന്ന് ഊരിയെടുത്ത ജനകനന്ദിനി എല്ലാ വാനരന്മാരെയും ഭർത്താവിനെയും വീണ്ടും വീണ്ടും നോക്കിയപ്പോൾ, ഭാമിനി, ആരിലാണോ നീ സംപ്രീതയായിരിക്കുന്നത് അവനിത് കൊടുത്താലുമെന്ന് രാമൻ പറയുകയുണ്ടായി. പൗരുഷവും പരാക്രമവും ബുദ്ധിയുമെല്ലാം ആരിലാണോ ഉള്ളത് ആ വായുപുത്രന് ഹനുമാന് ആ മാല നീലനേത്രയായിരിക്കുന്ന സീത നൽകി. വാനരശ്രേഷ്ഠനായിരിക്കുന്ന ഹനുമാനാകട്ടെ നിലാവിന്റെ വെണ്മയാർന്ന ആ ഹാരത്താല് വെൺമേഘം കൊണ്ട് പർവ്വതം എന്നതുപോലെ അവിടെ ശോഭിച്ചു. ആ വസ്ത്രാധിപൻ ദിവതനും വൈന്ദനും നീലനും സർവകാമ്യ ഗുണങ്ങളുള്ള വസ്തുക്കൾ നോക്കിയെടുത്ത് കൊടുത്തു.
സർവ്വ വാനരവൃദ്ധന്മാരും മറ്റെല്ലാ വാനരേശ്വരന്മാർക്കും വസ്ത്രങ്ങൾ കൊണ്ടും ഭൂഷണങ്ങൾ കൊണ്ടും യഥോചിതം സൽകൃതരായിട്ട് മാറി. വിഭീഷണനും സുഗ്രീവനും ഹനുമാനും ജാമ്പവാനും സർവ്വ വാനരമുഖ്യന്മാരും കർമ്മകുശലനായിരിക്കുന്ന രാമനാല് യഥാർത്ഥം രത്നങ്ങൾ കൊണ്ടും അളവറ്റ ഉത്കൃഷ്ട വസ്തുക്കൾ കൊണ്ടും പൂജിക്കപ്പെട്ടു. സർവരും സന്തുഷ്ടചിത്തരായി വന്ന പോലെ പോവുകയും ചെയ്തു. പിന്നീട് ആ പ്ലവകർഷകന്മാരെല്ലാം മഹാത്മാവായിരിക്കുന്ന രാമനെ വണങ്ങിക്കൊണ്ട് ആ പാർത്ഥിവേന്ദ്രനോട് വിടവാങ്ങിക്കൊണ്ട് കിഷ്കിന്ധയിലേക്ക് തിരികെ പോയി. രാമാഭിഷേകം ദർശിച്ചതിന് ശേഷം വാനരശ്രേഷ്ഠനായ സുഗ്രീവൻ രാമനാൽ പൂജിതനായി കിഷ്കിന്ധയിലേക്ക് മടങ്ങി. കുലധനമായ ലങ്ക നേടിയ രാജാവായ വിഭീഷണനും അവിടേക്ക് ഗമിച്ചു. വൈരികളെയെല്ലാം വധിച്ച് മഹത്തായ കീർത്തി നേടിയ പരമോദാരനായിരിക്കുന്ന രാഘവൻ അത്യാനന്ദത്തോടെ രാജ്യത്തെ എല്ലാം ശാസിച്ചുകൊണ്ട് രക്ഷിച്ചു. ധർമ്മവത്സലനായിരിക്കുന്ന രാമൻ ധർമ്മജ്ഞനായിരിക്കുന്ന ലക്ഷ്മണനോട് പറയുകയുണ്ടായ ആദിഷ്ടധർമ്മജ്ഞാമയാ സഖേമാം, ധർമ്മജ്ഞ പൂർവികരായിരിക്കുന്ന രാജാക്കന്മാർ സേനകളോടൊത്ത് പാലിച്ചിരുന്ന ഈ രാജ്യത്തെ നീ എന്നോടൊപ്പം പരിപാലിക്കുക. പണ്ട് പിതാക്കന്മാര് കൈക്കൊണ്ടിരുന്നത് പോലെ നീ യൗവരാജ്യഭാരം വഹിക്കുക. വീണ്ടും വീണ്ടും അനുനയത്തോടെ പറഞ്ഞു പ്രേരിപ്പിച്ചിട്ടും ആവശ്യപ്പെട്ടിട്ടും സൗമിത്രി ലക്ഷ്മണൻ ഒരു തരത്തിലും അത് അംഗീകരിക്കാതിരുന്നപ്പോൾ ഭരതനെ യുവരാജാവായിട്ട് രാമൻ അഭിഷേകം ചെയ്തു. പൗണ്ഡരീകം, അശ്വമേധം, വാജപേയം എന്നിവയും മറ്റു പലതരം യാഗങ്ങളും ആ ശ്രീരാമൻ അനുഷ്ഠിക്കുകയുണ്ടായി. 10,000 വർഷം രാജ്യം പരിപാലിച്ച് ഉത്തമാശങ്ങളോടും ധാരാളം ദക്ഷിണങ്ങളോടും കൂടിയ 100 അശ്വമേധ യാഗങ്ങൾ അദ്ദേഹം നടത്തി. മുട്ടോളം നീണ്ട കൈകളും തടിച്ച തോളും ഉള്ളവനും പ്രതാപവാനും ലക്ഷ്മണാനുഗതനുമായിരിക്കുന്ന രാമൻ പൃഥ്വിയെ പരിപാലിച്ചു. അത്യുത്തമമായിരിക്കുന്ന രാജ്യം നേടി സ്വജനങ്ങള്, ബന്ധുക്കള്, സുഹൃത്തുക്കൾ എന്നിവരോടൊപ്പം പലതരം യജ്ഞങ്ങൾ അദ്ദേഹം അനുഷ്ഠിച്ചു. രാമൻ രാജ്യം ഭരിക്കുമ്പോൾ വിധവകളുടെ വിലാപമൊന്നും ഉണ്ടായില്ല, ദുഷ്ടമൃഗ ഭീതി ഉണ്ടായില്ല, ആരെയും രോഗഭീതി അലട്ടിയില്ല, കള്ളന്മാരില്ലാതെയായി, ആർക്കും ആപത്തുണ്ടായില്ല, വൃദ്ധന്മാർക്ക് ബാലന്മാരുടെ പ്രേതകർമ്മം ചെയ്യേണ്ടി വന്നില്ല. എല്ലായിടത്തും സന്തുഷ്ടി, എല്ലാവരും ധർമ്മതൽപരർ. രാമനെ തന്നെ കണ്ടുകൊണ്ട് ആരും പരസ്പരം രോഗിച്ചില്ല. രാമൻ രാജ്യം ഭരിക്കുമ്പോൾ ജനങ്ങൾ രോഗവും ശോകവുമില്ലാതെ 1000 പുത്രന്മാരോടൊത്ത് അനേകായിരം വർഷം ജീവിച്ചു. നാട്ടുകാരുടെ നാവിലെല്ലാം രാമൻ രാമൻ എന്നൊരു നാമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാമൻ രാജ്യം ഭരിക്കുമ്പോൾ ലോകം രാമമയമായിട്ട് ഭവിച്ചു. വൃക്ഷങ്ങൾ സദാ പൂത്തും സദാ കായ്ച്ചും സദാ തഴച്ചും നിന്നു. കാർമേഘം വേണ്ട സമയത്ത് വർഷിച്ചു. വായു സുഖമായിട്ട് വീശി. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്, നാനാവർണ്ണങ്ങളിൽപ്പെട്ട ആൾക്കാര് അത്യാഗ്രഹമില്ലാതെ അവരവരുടെ കർമ്മങ്ങളിൽ സന്തുഷ്ടരായിക്കൊണ്ട് ആ സ്വകർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചു പോന്നു. പ്രജകൾ ധർമ്മനിരതരായിരുന്നു. അസത്യം പറയുന്നവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ലക്ഷണ സമ്പന്നരായിരുന്നു സർവരും. ധർമ്മപരായണന്മാരായിരുന്നു എല്ലാവരും. അങ്ങനെ സഹോദരന്മാരോടൊപ്പം 11,000-ൽ പരം വർഷം രാജ്യത്തിന്റെ പരിപാലനം ശ്രീരാമൻ നിർവഹിക്കുകയുണ്ടായി. ധന്യം യശസ്യമായുഷ്യം രാജ്ഞാം വിജയാവഹം. പണ്ട് വാൽമീകിയാൽ രചിക്കപ്പെട്ടതും ആർഷവും ധന്യതവും കീർത്തിയും ആയുസ്സും നൽകുന്നതും രാജാക്കന്മാർക്ക് വിജയമേകുന്നതുമായിരിക്കുന്ന ഈ ആദികാവ്യത്തെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവൻ ലോകത്തില് പാപ വിമുക്തനാകും. ലോകത്തില് രാമാഭിഷേകം കേൾക്കുന്ന പുത്രകാമനായിരിക്കുന്ന നരൻ പുത്രന്മാരെയും ധനകാമൻ ധനവും നേടും. രാജാവ് രാജ്യത്തെ ജയിക്കും, ശത്രുക്കളെ കീഴടക്കും. രാമൻ കൗസല്യയ്ക്കും ലക്ഷ്മണൻ സുമിത്രയ്ക്കും ഭരതൻ കൈകേയിക്കും എന്നതുപോലെ സ്ത്രീകൾക്കും ദീർഘായുസ്സുള്ള പുത്രന്മാരെ ലഭിക്കും. അതുല്യ കർമാവായ രാമന്റെ വിജയങ്ങളെ കുറിച്ചുള്ള ഈ രാമായണം മുഴുവനും കേട്ടാൽ ദീർഘായുസ് ലഭിക്കും. രാമന്റെ പട്ടാഭിഷേകത്തിന് ശേഷം ആ ആദികാവ്യത്തിന്റെ ഫലശ്രുതിയെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഈ ആർഷകാവ്യ ശ്രദ്ധയോട് ശ്രവിക്കുന്നവൻ ക്രോധത്തെ ജയിക്കും, ആപത്തുകൾ തരണം ചെയ്യും, വിദേശവാസം പൂർത്തിയാക്കിക്കൊണ്ട് സ്വജനങ്ങളോട് ചേരും. രാഘവനിൽ നിന്ന് പ്രാർത്ഥിച്ച വരങ്ങളെല്ലാം ഈ ലോകത്തിൽ വെച്ച് നേടുകയും ചെയ്യും. രാമായണം കേൾക്കുന്നവരിലാകട്ടെ സർവ്വദേവന്മാരും സംപ്രീതരാകും. വീടുകളിൽ വസിക്കുന്ന വിനാശമൂർത്തികളെല്ലാം വിട്ടൊഴിഞ്ഞു പോകും. നൃപൻ ലോകത്തെ ജയിക്കും. പ്രവാസിക്ക് സുഖം വരും. ഋതുമതികളായിരിക്കുന്ന സ്ത്രീകൾ സൽപുത്രന്മാരെ പ്രസവിക്കും. ഈ പുരാതനമായിരിക്കുന്ന ഇതിഹാസത്തെ പൂജിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവൻ സർവപാപാൽ പ്രമുച്ഛേത, സർവപാപങ്ങളിൽ നിന്ന് മുക്തനാകും, ദീർഘായുസ് നേടും. പ്രണമ്യ ശിരസാനിത്യം ശ്രോതവ്യാൻ ക്ഷത്രിയർ ദ്വിജാൽ. ക്ഷത്രിയന്മാര്
എന്നും ശിരസാ വന്ദിച്ച ബ്രാഹ്മണന്മാരിൽ നിന്ന് ഇത് കേൾക്കണം. ഐശ്വര്യവും പുത്രപ്രാപ്തിയും ഉണ്ടാകും, സംശയമില്ല. ഈ രാമായണം മുഴുവൻ കേൾക്കുന്നവരിലും പഠിക്കുന്നവരിലും വിഷ്ണുവും സനാതനും ആദിദേവനും മഹാബാഹുവും ഹരിയും നാരായണനും പ്രഭുവുമായിരിക്കുന്ന ആ രാമൻ പ്രസാദിക്കും. കുടുംബവൃദ്ധിയും ധനധാന്യവൃദ്ധിയും പദാർത്ഥങ്ങളുള്ളതും മംഗളകരവുമായിരിക്കുന്ന ഈ കാവ്യം കേട്ട് കഴിഞ്ഞാൽ വംശവൃത്തിയും ധനധാന്യ സമൃദ്ധിയും ശ്രേഷ്ഠ സ്ത്രീകളെയും ഉത്തമ സുഖവും സർവാർത്ഥ സംസിദ്ധിയും ഈ ലോകത്തിൽ തന്നെ ലഭിക്കും. സമൃദ്ധി കാമിക്കുന്ന സജ്ജനങ്ങള് ആരോഗ്യവും ആയുസ്സും യശസ്സും ബുദ്ധിയും പ്രാതൃസ്നേഹവും സുഖവും ഓജസ്സും ഉണ്ടാകുന്ന ഈ ആഖ്യാനത്തെ ശ്രദ്ധയോടുകൂടി ശ്രവിക്കേണ്ടതാണ്. ഈ പുരാവൃത്താഖ്യാനത്തെ വിശ്വാസപൂർവം പ്രവചനം ചെയ്യുക. നിങ്ങൾക്ക് മംഗളം വരട്ടെ. വിഷ്ണു പ്രവർത്തത. വിഷ്ണുവിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വർദ്ധിക്കട്ടെ. ഇത് ഗ്രഹിക്കുകയും ശ്രവിക്കുകയും ചെയ്താൽ ദേവന്മാരെല്ലാം പ്രസാദിക്കും. രാമായണ ശ്രവണത്താൽ പിതൃക്കളും പ്രസാദിക്കും. രാമായണസ്യ ശ്രവണാൽ തുഷ്യന്തി വിതരസ്തഥാ. മുനി രചിച്ച ഈ രാമചരിതം ലോകത്തിൽ ഭക്തിപൂർവം പ്രചരിപ്പിക്കുന്നവരുടെ വാസം വെണ്ണിലായിരിക്കും. എങ്ങനെ ഈ വാൽമീകി രാമായണത്തിന്റെ മഹത്വത്തെ പറ്റിയിട്ട് എന്തൊക്കെയാണ് ഇത് ഇതിനെ ആശ്രയിച്ചാൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് യുദ്ധകാന്ഡം പര്യവസാനിക്കുന്നത്. എല്ലാവർക്കും ശ്രീരാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.